ആശങ്കകൾ ഒഴിയാത്ത ദിവസങ്ങളാണ് ഓരോ ദിവസവും പിറക്കുന്നത്. പുതിയ ആശങ്ക തായ്വാൻ വിഷയത്തിലുള്ള ചൈനയുടെ താല്പര്യവും ആ വിഷയത്തിൽ ജപ്പാൻ ഇടപെട്ടതുമാണ് വലിയ സംഘർഷത്തിന് സാധ്യതയുള്ളത്. നില ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം തായ്വാൻ്റെ ആകാശത്ത് ചൈന നടത്തുന്ന അഭ്യാസങ്ങളും എങ്ങനെ ചൈന തായ്വാനെ സ്വന്തമാക്കാൻ സ്വപ്നങ്ങളുമായി നടക്കുന്നുവെന്നും നമുക്കറിയാം. അമേരിക്ക എങ്ങനെ അവരെ സഹായിക്കുന്നു എന്നറിയാം. ഇവിടെ ഇപ്പോൾ ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് വിളിച്ച് നടത്തിയ താക്കൈച്ചി സനായെ അദ്ദേഹം നടത്തിയ ഒരു പാർലമെൻറ്റിലെ പ്രസ്താവനയാണ് ഇപ്പോൾ ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തായ്വാനിൽ യുദ്ധാവസ്ഥയോ സംഘർഷമോ ഉണ്ടായാൽ ജപ്പാൻ തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സൈനികമായി ഇടപെടുന്നതാണ്. കൃത്യമാണ് വാക്ക്. സൈനികമായി ഇടപെടുമെന്ന് പറഞ്ഞാൽ ജപ്പാനെ സംബന്ധിച്ച് പഴയ ചില പാഠങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, അല്ലേ പക്ഷേ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ജപ്പാന് തായ്വാൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾക്കും തായ്വാൻ വളരെ പ്രധാനമാണ്. അറിയാലോ ചരിത്രത്തിലെ ഈ രണ്ട് രാജ്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുറെ കൂടി ആത്മബന്ധമുള്ളത് ചൈനക്ക് തന്നെയാണ്, തായ്വാനുമായിട്ട്. അതെ, ചൈനയിൽ നിന്ന് തായ്വാൻ ഒരു ആളൊഴിഞ്ഞ ദ്വീപായിരുന്നല്ലോ. അതെ, ചൈനീസ് ഈ ആഭ്യന്തര കലാപങ്ങൾ, ചൈനീസ് സിവിൽ വാർ, ചൈനക്കകത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ചൈനയിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ, പ്രാണനും കൊണ്ട് ഓടിപ്പോയി ആളുകൾ ഒളിച്ചു പാർത്ത നാടാണ് ഈ തായ്വാൻ. പക്ഷെ പിന്നീട് എന്തായി എന്ന് വെച്ചാൽ അവിടുന്ന് ഇപ്പോൾ ആധുനിക ചൈനയിൽ മാവോ വലിയ വാർ തുടങ്ങിയപ്പോൾ, ഈ ചൈനയിൽ വലിയ യുദ്ധം തുടങ്ങിയപ്പോൾ മാവോയോട് പിടിച്ചു നിൽക്കാനാവാതെ ഓടിപ്പോയവരാണ് പിന്നെ അവിടെ ഒരു രാജ്യം ഉണ്ടാക്കുന്നത്. ഏതാണ്ട് അവിടെ ഉള്ളവരെ സംഘടിപ്പിച്ചു. അതെ അതെ, അവിടെ ഇവിടെ മാവോയോട് തോറ്റവര് അവരുടെ ഈ നൊസ്റ്റാൾജിയ തീർത്തത് അവിടെ പോയിട്ടാ. ഇവിടുത്തെ രാജവംശം അവിടെ പോയി സ്ഥാപിച്ചു. അതാണ് ചൈനക്കുള്ള ബന്ധം. അപ്പോൾ ചൈനക്ക് നൂറ്റാണ്ടുകളായിട്ട് സത്യം പറഞ്ഞാൽ ചൈനയുമായിട്ട് ഇവർക്ക് ആത്മബന്ധമുണ്ട്. ഏതുവരെ ഇപ്പോൾ ചൈനയുടെ കയ്യിലുണ്ടായിരുന്ന നാട് അങ്ങനെയാണ്. ഇപ്പോൾ ചൈനീസ് അങ്ങനെയാണല്ലോ. ഇവിടെ മാവോ പീപ്പിൾസ് വാർ മറ്റേ സാധനം എന്താണ് പറയുക, പീപ്പിൾസ് ലിബറേഷൻ ആർമി. ചൈനയിൽ ആർമി പിന്നെ അതുപോലൊരു രാജ്യം ഉണ്ടാക്കുമ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാക്കുമ്പോൾ അതേ പേരിൽ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ചൈനീസ്, അപ്പോൾ തായ്വാന്റെ പേര് പോലും ഇല്ല അവർക്ക്. തായ്വാനിൽ ഭരണം നടത്തിയിരുന്നത് ചൈനയുടെ പേരിലാണ്. അപ്പോൾ ചൈനയിൽ ഒരു കൂട്ടർ അധികാരം പിടിക്കുമ്പോൾ അവിടെ നിന്ന് അധികാരം നഷ്ടപ്പെട്ടവർ അവിടെ പോയിട്ട് മറ്റൊരു ചൈന ഉണ്ടാക്കുകയാണ് തായ്വാൻ. യഥാർത്ഥത്തിൽ ചൈനയുടെ ഒരു അപരനാണ് തായ്വാൻ, മറ്റൊരു ചൈനയാണ്. അപ്പോൾ ചൈനക്ക് അത്രയും ആത്മബന്ധമുണ്ട്. പ്രത്യേകിച്ചും ചൈന കൾച്ചറലി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവരുടെ കൾച്ചറുണ്ട് തായ്വാനിൽ സമ്പൂർണ്ണമായിട്ടും, കാരണം ചൈനക്കാരുണ്ടാക്കിയ നാടാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1895 ജപ്പാൻ ഭയങ്കര അതിവേഗത്തിൽ വളർന്ന നാടാണല്ലോ. സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നു പോയിട്ട് പിന്നെ കുതിച്ചു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ നില. സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പുള്ള ഒരു ജപ്പാൻ ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചൊരു ദ്വീപ് ലോകത്തെ കീഴടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരന്ന് ആരെയും വകവച്ചില്ല, അവർ കയറി തായ്വാനെ ആക്രമിച്ച് കീഴടക്കിയതാണ്. 1895 ഈ സമാന്തര ചൈനയായിരുന്ന തായ്വാനെ ആക്രമിച്ച് കീഴടക്കിയതാണ്. അങ്ങനെയാണ് 1895 തൊട്ട് ഏതുവരെ, സെക്കൻഡ് വേൾഡ് വാർ വരെ 1940, 50 കൊല്ലം, കൃത്യം അരനൂറ്റാണ്ട് കാലം ജപ്പാന്റെ സ്വന്തമായിരുന്നു. ജപ്പാന്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ ജപ്പാൻ അടക്കി ഭരിച്ച നാടാണ്. ജപ്പാനിൽ ഇത്തിരി പോകുന്ന മനുഷ്യരാണ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ആ നാടാണ് 1945 ജപ്പാൻ തോറ്റല്ലോ. സഖ്യകക്ഷികൾ ഇവർ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അവർ തോറ്റപ്പോൾ യുദ്ധം മുതൽ വെക്കും. ഓരോരുത്തരുടെയും കയ്യിലുള്ള രാജ്യങ്ങളൊക്കെ എതിർകക്ഷിക്ക് വിട്ടുകൊടുക്കണം. അപ്പോൾ അപ്പുറത്ത് അന്ന് അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, പല USSR ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വീതം വെച്ചപ്പോൾ ഓരോരുത്തർക്കും താല്പര്യമുള്ളത് ചോദിച്ചു. ചോദിച്ചപ്പോൾ വേറെ ആരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് മുഴുവനായിട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ ജപ്പാന്റെ കയ്യിലാണ് തായ്വാനുള്ളത്. തായ്വാൻ ചൈനക്ക് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് ഉണ്ടാകുന്നത്. ചൈനക്ക് വേണം. അപ്പോൾ അന്ന് പക്ഷേ USSR ആണ്, പിന്നൊന്ന് അമേരിക്കയാണ് വേറൊന്ന്. അമേരിക്കക്ക് അന്ന് ഇത് വേണമെന്ന് തോന്നിയില്ല. പിന്നെയാണ് ഈ തായ്വാന്റെ ഒരു അപകടം മനസ്സിലാവുന്നത്. തായ്വാൻ മർമ്മപ്രധാനമായൊരു ദ്വീപാണ്. ആ ഭാഗത്തുകൂടെയാണ് എല്ലാ കപ്പലോട്ടവും നടക്കുന്നത്. അപ്പോൾ കച്ചവടത്തിന്റെ മർമ്മപ്രധാനമായൊരു കേന്ദ്രമാണ് എന്ന നിലയ്ക്ക് തായ്വാന് മേൽ ഇത് വേണമെന്ന് തോന്നിയത് എപ്പോഴാണ്, ഇത് ചൈനക്ക് കിട്ടിയപ്പോൾ ചൈന അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. തായ്വാനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇതിൻ്റെ ഒരു മർമ്മം മനസ്സിലായി. ചൈനക്കും മനസ്സിലായി, ജപ്പാനും മനസ്സിലായി.
അമേരിക്ക പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ചൈനയ്ക്ക് കിട്ടിയാലും ഉം. ചൈനയുടെ കയ്യിലായതുകൊണ്ട് അമേരിക്കക്കെതിരായി ഈ മർമ്മപ്രധാനമായ തായ്വാൻ പ്രദേശം ഉപയോഗിക്കാൻ ഇടയുണ്ട് എന്ന് അമേരിക്കക്കും അറിയാം. ഉം. അത് അമേരിക്കക്ക് എപ്പോഴും വലിയ താല്പര്യമുള്ള ഉം. സ്ഥലമാണ് ഇപ്പോൾ ഈ തായ്വാൻ. ഉം. അതൊന്ന്. രണ്ട്, ജപ്പാനാണെങ്കിൽ തായ്വാൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും മറന്നിട്ടില്ല. മറന്നിട്ടില്ല. നിവൃത്തിയില്ലാതെ വിട്ടുകൊടുത്തതാണ്. അതെ. മാത്രമല്ല അതിന്മേൽ ഇപ്പം കണ്ണുവെച്ച് നടക്കുന്നത് ചൈനയുടെ കയ്യിലാണെങ്കിൽ പോലും ചൈനയേക്കാൾ തായ്വാൻ്റെ മേൽ കണ്ണുവെച്ച് നടക്കുന്ന അമേരിക്കയാണ്. ആ അമേരിക്കയാണെങ്കിൽ ജപ്പാനെ നശിപ്പിച്ചു കളഞ്ഞ നാടാണ്. അപ്പോൾ ജപ്പാൻ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അമേരിക്കയും ജപ്പാനും തായ്വാന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ചൈനക്കറിയാം. അതുകൊണ്ട് ചൈന പറഞ്ഞിട്ടുണ്ട് അവർ സ്വതന്ത്ര രാജ്യമായല്ലോ പിന്നീട്. തായ്വാൻ പിന്നീട് സ്വതന്ത്ര രാജ്യമായി. ചൈന ആരുടേതും അല്ലെങ്കിൽ പോലും സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇപ്പോൾ ചൈന പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. ജപ്പാൻ പറഞ്ഞതിന് മറുപടിയായി ചൈന പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കി നിന്നോ, കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, 2027 വരെ തായ്വാനെ ആരും ഉപദ്രവിക്കാതെ തായ്വാൻ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ജപ്പാനോ അമേരിക്കയോ ആ രാജ്യത്തിന്റെ മേൽ കണ്ണുവെച്ചാൽ 2027 ചൈനീസ് പട്ടാളം പോയി പിടിച്ചെടുക്കുക രാജ്യം. അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞു. അതാണ് ഇപ്പൊ തായ്വാന്റെ ഒരു ഇഷ്യൂ. അവിടെ വേറൊരു തർക്കം കിടക്കുന്നുണ്ടല്ലോ മാഷെ. ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള സെൻകാക്കു ദ്വീപുകൾ അത് ചൈനയ്ക്ക് അവരുടേതാണെന്ന് അവകാശം ഉന്നയിക്കുന്നുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൈമാറ്റത്തിൽ തായ്വാൻ എന്നല്ലേ എഴുതി കൊടുക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ജപ്പാന് താല്പര്യമുള്ള മർമ്മപ്രധാനമായ ചില ദ്വീപ സമൂഹങ്ങളാണ്, ഒന്നും രണ്ടും അല്ല. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ സമൂഹമാണത്. അത് ഇവര് ജപ്പാൻ തന്നെ കയ്യിൽ വെച്ചു, വിട്ടുകൊടുത്തില്ല. അപ്പോൾ അവിടെ ജപ്പാന് ഇപ്പോഴും സ്വാധീനമുണ്ട്. അപ്പോൾ അത് ഈ തർക്കത്തിന്റെ ഭാഗമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കപ്പൽ വ്യൂഹങ്ങൾ, ചൈനീസ് ഗാർഡ് കപ്പലുകൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അവരുടെ പരിപാടി എങ്ങനെയാണല്ലോ, ആകാശത്ത് പറക്കും, ഇടയ്ക്ക് അപ്രതീക്ഷിതമായി പറക്കും. റഷ്യ UK പറക്കുന്ന പോലെ ഡ്രോണുകളുമായിട്ട്. ഈ കളിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ നിന്ന് പതുക്കെ അമേരിക്ക മാറി നിൽക്കുകയും അല്ലെങ്കിൽ അമേരിക്ക പുതിയ സാഹചര്യത്തിൽ ചെയ്യാൻ പോണ എന്താണെന്നറിയോ, ജപ്പാന് എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് ജപ്പാനെ പിരികേറ്റിയിട്ട് അമേരിക്ക പിന്നണിയിൽ നിന്ന് കളി കാണും. പക്ഷെ ജപ്പാനും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ പഴയ ഇതുവരെ പറഞ്ഞ ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഈ അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ ഒന്നും ചിത്രമാവില്ല തായ്വാന്റെ പേരിൽ ജപ്പാനും ചൈനയും തമ്മിൽ. ഞാൻ അതിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അമേരിക്കയ്ക്ക് അത് കൊടുക്കേണ്ടി വന്ന അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അത് വിട്ടുകൊടുക്കേണ്ടി വന്നതിൻ്റെ ഒരു സംഘർഷമുണ്ട്. ചൈനക്കാണെങ്കിൽ മറ്റൊരു തായ്വാൻ വേണ്ട, അത് ചൈന തന്നെ ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് ഒരു വാറുണ്ടായി കിട്ടിയ അങ്ങനെ സൗകര്യമുണ്ട്. ഇപ്പം ചെയ്യാൻ പറ്റില്ല, ഇപ്പം അത് സ്വതന്ത്ര രാജ്യമാണ്. വാറുണ്ടായി കിട്ടിയാൽ തായ്വാനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവർക്കൊരു കോളനി രാജ്യം പോലെ ഉപയോഗിക്കാന്നേ ഉള്ളൂ. അങ്ങനെയല്ല, ചൈനക്ക് തന്നെ ചൈനയുടെ വാറിലൂടെ നടക്കുള്ളൂ. ചൈനക്ക് അങ്ങനെ താല്പര്യമുണ്ട്. മാത്രമല്ല അത് കൾച്ചറൽ കൂടിയാണ് അവരുടെ അംബീഷൻ, കൾച്ചറൽ അംബീഷനാണ്. റഷ്യ അതിന് സഹായിക്കുകയും ചെയ്യും. സോവിയറ്റ് യൂണിയൻ റഷ്യ സഹായിച്ചുകൂടായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹായിക്കുമല്ലോ, കാരണം എന്താ, അപ്പുറത്ത് അമേരിക്കയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതൊരു വലിയൊരു സാമ്പത്തിക ഒരു സാധ്യത അതിനകത്ത് ഞാൻ കാണുന്നത്. ഈ പറഞ്ഞ വമ്പൻ ശക്തികളെയൊക്കെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മൂവ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്വാഡ് മൂവ്മെന്റ് അങ്ങനെയാണ്. അമേരിക്കയെ ചേർത്ത് ഇപ്പൊ ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ ഈ പൊളിറ്റിക്കൽ പാക്ട്, എന്ത് പറയാ, മിലിറ്ററി പാക്ട് ഒപ്പുവെച്ചല്ലോ അമേരിക്കയുടെ. ഇതിനൊക്കെ ഇടയിൽ അപ്പൊ എന്താന്ന് വെച്ചാൽ അമേരിക്കക്ക് ഇപ്പോൾ ഇന്ത്യയെയും പിണക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ത്യയാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ നമ്മൾ റഷ്യയെ കൂടെ നിർത്തുന്നു. ചൈനയോട് സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹോദര ഭാവേന പെരുമാറുന്നു, നയപരമായി പെരുമാറുന്നു. 3, ഓസ്ട്രേലിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചേരിയിലെ അമേരിക്കയുടെ ചങ്കായി നിലകൊള്ളുന്നു നമ്മൾ വിചാരിക്കുന്ന ചങ്കായി നിലകൊള്ളുന്ന ഓസ്ട്രേലിയ. എന്നാൽ അമേരിക്കയോട് ഇപ്പോൾ സഹോദര ഭാവേന പെരുമാറുന്ന ജപ്പാൻ, ആ രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്തുന്നുണ്ട് ഇന്ത്യ. പക്ഷേ ഇന്ത്യ മുൻകൈ എടുത്ത് ഒരു ഫോർമുല ഉണ്ടായി വന്നില്ലെങ്കിലും ഇന്ത്യയുടെ ബേസിക്കായിട്ടുള്ള ഇന്ത്യയുടെ നയം യുദ്ധവിരുദ്ധമാണ് താനും, സമാധാന പക്ഷമാണല്ലോ. അതുകൊണ്ട് ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ആർക്കെങ്കിലും ഇനി ലോകത്ത് സാധിക്കുമെങ്കിൽ അത് ഇന്ത്യക്കാണ്. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് ബഡായി പറയല്ല, നമ്മൾ തള്ളല്ല, ഇന്ത്യക്കാരൻ്റെ തള്ളല്ല. ഇപ്പോൾ ബോധ്യമുള്ള കാര്യമാണ്. ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും. പലതരത്തിൽ ഇന്ത്യയെ എല്ലാവർക്കും വേണം. 2, ഇന്ത്യ എല്ലാവരോടും തോളിൽ കൈയിടാവുന്ന ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്.
ഒരു ഗ്ലോബൽ ബ്രിഡ്ജാണ് ഇന്ത്യ. അതെ. അപ്പോൾ ഇന്ത്യക്ക് മാത്രമാണ് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂവിൽ അടുത്ത വൈകാതെ ജയശങ്കർ സാറിൻ്റെ വല്ല സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടോ എന്ന് വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വലുതാണ്. സെമി കണ്ടക്ടർ കൈമാറ്റം അടക്കമുള്ളതാണ്. US-ന്റെ ഇടപെടൽ വളരെ ശക്തമാണ്. ചൈനയ്ക്കുള്ള പണിയായിട്ട് ജപ്പാൻ ഉപയോഗിച്ചുകൊണ്ട് $350 ബില്യൺ വ്യാപാരമാണ്. ജപ്പാൻ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ ആർക്കെതിരായാലും ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ട ജപ്പാൻ. കൾച്ചറലി എങ്ങനെയാണ് ഒരു ഈ വാർ മോങ്കേഴ്സിൻ്റെ കൾച്ചർ അമേരിക്ക എങ്ങനെയാണ് ഇവരോട് പെരുമാറിയത്? അന്തസ്സുള്ള യുദ്ധത്തിൽ കക്ഷിയാക്കാൻ പറ്റുമോ അമേരിക്കയെ? ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? ഒരിക്കലുമില്ല. ജപ്പാനോട് എങ്ങനെയാണ് പെരുമാറിയത്? അതെ, ക്രൂരം. തോറ്റു കഴിഞ്ഞിട്ട് അവരെ പോയി ചാരമാക്കല്ലേ ചെയ്തത്. അപ്പം അതുകൊണ്ട് യാതൊരു യുദ്ധനീതിയും പ്രതീക്ഷിച്ചുകൂടാത്ത അമേരിക്കയോട് കൂട്ടുചേർന്നാൽ ഇപ്പോൾ താൽക്കാലിക ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ജപ്പാന് തെറ്റും. എന്താ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് പുതിയ ജപ്പാൻ ഒന്നും കിട്ടാനില്ല, സൈനിക സഹായം പോലും കിട്ടാനില്ല. ചൈന ഒരുപക്ഷെ റഷ്യയുടെ കൂടി പിന്തുണയോടുകൂടി അടിച്ച് തകർക്കുകയും ചെയ്യും. രണ്ടാമതൊരു ദുരന്തത്തിലേക്ക് ജപ്പാൻ പോവുകയായിരിക്കും ഫലം. തായ്വാൻ അവർക്ക് കിട്ടാനും പോകുന്നില്ല. അതിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ മുൻകൈ എടുക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.